കഴിഞ്ഞ 6 മാസത്തിനിടെ ഹൈറേഞ്ചിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്ത 60ഓളം ഏലക്ക മോഷണ കേസുകൾ. ഏലക്ക മോഷണം പതിവാകുന്ന സാഹചര്യത്തിൽ ഏലക്ക വിൽപ്പന കേന്ദ്രങ്ങളിൽ സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനങ്ങളിൽ വിൽക്കുവാനെത്തുന്ന ആളുകളുടെ തിരിച്ചറിയൽ രേഖകൾ സൂക്ഷിക്കണമെന്ന ആവശ്യവുമായി കർഷകരും രംഗത്ത് വന്നു. പച്ച ഏലക്കായുടെ വ്യാപാരം കൂടിയതോടുകൂടിയാണ് ഏലക്ക മോഷണവും വർദ്ധിച്ചത്. പച്ച ഏലക്ക ഹൈറേഞ്ചിലെ ഏത് ടൗണിലും വിൽക്കുവാൻ സാധിക്കുന്ന സാഹചര്യമാണ്. വ്യാപാര സ്ഥാപനങ്ങളിൽ തിരക്കുള്ള സമയങ്ങളിലാണ് മോഷണം മുതൽ മിക്കപ്പോഴും വിൽപ്പന നടത്തുന്നത്. വിളവെടുക്കുന്ന ഏലക്ക സ്റ്റോറിലേക്കും മറ്റും മാറ്റുന്നതിനായി ചാക്കിൽ കെട്ടി തൊഴിലാളികൾ വെച്ചിടത്തു നിന്നും മോഷണം നടത്തിയ സംഭവങ്ങളുമുണ്ട്. മോഷണം തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ ഇതിന് തടയിടുവാനുള്ള മാർഗങ്ങളാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് പിടിക്കാനുള്ള ഏക വഴിയെന്ന് പറയുന്നത് ഈ വ്യാപാര കേന്ദ്രങ്ങളിൽ ഒരു നിരീക്ഷണം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പം. അവിടെ ഒരു CCTV നിർബന്ധമാക്കുക. ഒപ്പം ഈ കൊണ്ടുവരുന്ന കൃഷിക്കാരൻ്റെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ID കാർഡ്, അത് ഡ്രൈവിംഗ് ലൈസൻസോ മറ്റോ ആധാർ കാർഡോ ബാങ്ക് പാസ്ബുക്കുകളോ എന്തെങ്കിലും ഒരു ID കാർഡുടെ അവിടെ അതിൻ്റെ കോപ്പി കൂടെ വാങ്ങിച്ചിട്ട് അവിടെ ഒരു റെസിപ്റ്റ് എഴുതുവാണെങ്കിൽ പോലീസിനാണെങ്കിലും ഇത് കണ്ടുപിടിക്കുന്നതിന് വളരെ എളുപ്പമാവും. അത്തരത്തിൽ മോഷണം തടയുന്നതിന് വേണ്ട നടപടി വ്യാപാരികളും പോലീസും ചേർന്ന് സ്വീകരിക്കണമെന്നുള്ളതാണ് കൃഷിക്കാർ പൊതുവെ പറഞ്ഞു വരുന്ന ഒരു അഭിപ്രായം. പോലീസും കർശന ജാഗ്രതാ നിർദ്ദേശം വ്യാപാരികൾക്ക് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.